ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് രാവിലെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടിഫിനാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മില്ലറ്റ്സിൻ്റെ നീർദോശ. മില്ലറ്റ്സിനെ കൊണ്ട് നീർദോശ നന്നായിട്ട് ഉണ്ടാക്കാം. ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മില്ലറ്റ്സിനെ കൊണ്ട് നീർദോശ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. മില്ലറ്റ്സിനെ നമ്മൾ തലേദിവസം രാത്രി ഒരു ഗ്ലാസ് മില്ലറ്റ്സ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിട്ട് വെക്കണം. രാവിലെ എണീച്ചിട്ട് ആ മില്ലറ്റ്സിനെ നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ് മില്ലറ്റ്സിനെ എടുക്കുക. അതിന് കുറച്ച് തേങ്ങ, അതേപോലെ ഒരു പിടി അവിലും കുതിർത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നമ്മൾ ഒന്ന് നൈസായിട്ട് അരച്ചിട്ടെടുക്കാം. മില്ലറ്റ്സും തേങ്ങയും അവിലെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ നീർദോശ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇതാ മില്ലറ്റ്സ് ഞാൻ വെള്ളത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ട് വെള്ളം ഊറ്റിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരക്കാൻ വേണ്ടി നോക്കുവാണ്. ഇതാ അതേപോലെ ഇതാ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി അവിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ അപ്പുറം ചേർക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നൈസായിട്ട് നമ്മൾ അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉള്ളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഉള്ളി നന്നായിട്ട് ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒരു 3-4 ഉള്ളീനെ ഞാൻ എടുത്തിട്ട് നന്നായിട്ട് വറുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ആവശ്യത്തിന് ഉപ്പും, വേണ്ടവർക്ക് പുളി ഇടാം. എനിക്ക് പുളി ഇഷ്ടമില്ലാതെ കൊണ്ട് ഞാൻ പുളി ഉപയോഗിക്കുന്നില്ല. എന്നാൽ നമ്മൾ നീർദോശയും ഉള്ളി ചട്നിയും ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ നമ്മൾ നീർദോശേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നീർദോശ മാവ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ നീർദോശ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം. പക്ഷേ നീർദോശ ആക്കുന്ന സമയത്തേക്ക് ഇത് നീർദോശ ആയതുകൊണ്ട് ഇതിന് ഷേപ്പൊന്നും വരില്ല. ഇത് ചെറിയ നീർദോശ ആയതുകൊണ്ട് ചിലത് വെള്ളമല്ലേ മാവ്, അതുകൊണ്ട് ഇതാ നമ്മൾ നീർദോശ ഒഴിച്ചു. അതിന് കുറച്ചൊരു വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുത്തു. നമ്മൾ നീർദോശ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തിയാണ്. നമ്മൾ അമ്മയെല്ലാം ചെറുപ്പത്ത് അരിയും ചോറും തേങ്ങയും ഇട്ടിട്ടാണ് നീർദോശ ഉണ്ടാക്കൽ. കാസർഗോഡ് സൈഡെല്ലാം ഈ നീർദോശ അരിനെ കൊണ്ട് ഉണ്ടാക്കൽ. പണ്ട് നമ്മൾ ചെറുപ്പത്തെല്ലാം നമ്മൾ അരിനെ കൊണ്ടാണ് കഴിച്ചത്. ഇപ്പോൾ അരി കുറച്ചിട്ട് മില്ലറ്റ്സിനെ കൊണ്ട് ഉണ്ടാക്കണം, ഹെൽത്തി ആയിട്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 1-2 പ്രാവശ്യം മില്ലറ്റ്സിനെ കൊണ്ട് നീർദോശ ഉണ്ടാക്കി നോക്കി. നന്നായിട്ട് വരുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മില്ലറ്റ്സിനെ കൊണ്ടായാലും ശരി നമുക്ക് നീർദോശ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആരായാലും അരി കുറച്ചിട്ട് ഈ ഹെൽത്തി നീർദോശ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇതാ നമ്മളെ നീർദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ മില്ലറ്റിൻ്റെ ഹെൽത്തി നീർദോശ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ. ബൈ.